ഇന്ത്യ പാക് സംഘർഷം അതിരൂക്ഷമായ നിലയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിക്കെതിരെയും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ തീ കൊണ്ട് കളിക്കുന്നു എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് പലയിടങ്ങളിൽ നിന്ന് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം മുൻ മേജറായ ആദിൽ രാജ അസീം മുനീറിനെതിരെ ഉന്നയിക്കുന്നതാണ്. അത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അസീം മുനീറാണ്. അസീം മുനീറിൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ് പെഹൽഗാമിൽ 26 നിരപരാധികളെ കൊലപ്പെടുത്തുന്നതിലേക്ക് എത്തിയതെന്നാണ്. അതരുത് എന്ന് പാകിസ്ഥാൻ്റെ രഹസ്യ സംഘടനയായ ISIയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ISIയുടെ മുൻ തലവൻ കൂടിയായിരുന്നു അസീം മുനീർ. പക്ഷേ ISIയുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ISI പറഞ്ഞു. പക്ഷേ അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് പെഹൽഗാമിൽ ഇങ്ങനെയൊരു ഭീകര ആക്രമണത്തിന് അസീം മുനീർ തുനിഞ്ഞിറങ്ങിയത് എന്നാണ്. ഒപ്പം തന്നെ ഇമ്രാൻഖാനെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ തടവിലാണ്. ഇമ്രാൻഖാനെ തടവിലാക്കിയതിന് പിന്നിൽ കൃത്യമായി അസീം മുനീറിൻ്റെ നീക്കമാണെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാനെ പുറത്തുവിടാൻ ഈ സർക്കാരോ ഈ സൈന്യമോ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് ആദിൽ രാജ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വിഷയം. ഒപ്പം തന്നെ അഫ്ഗാൻ അഭയാർത്ഥികൾക്കെതിരെ വലിയ തോതിൽ അവരെ പീഡിപ്പിക്കുന്ന നിലയിലേക്ക്, അവരെ നാടുകടത്തുന്ന നിലയിലേക്ക് അസീം മുനീർ പോയിട്ടുണ്ട്. അതുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് സൈനിക മേധാവിയുടെ കൈകളാണ് എന്ന ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ പാകിസ്ഥാന് മുന്നിൽ ഇനി മറ്റു വഴികളില്ല.